Please. In our previous GK class, we were discussed the first portion of our second semester in the jungle. Okay. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ, ഇൻ ദ ജംഗിൾ എന്നുള്ള പോർഷൻ ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ലെസൺ, it's about, here is a paragraph about cheetah. Cheetah is the world's fastest animals. Okay, they are found in Africa. അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ചീറ്റേനെ കുറിച്ചാണ് അല്ലെ. ചീറ്റയുടെ കുറെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞു. ലിസൺ ഹിയർ. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണേ. വീഡിയോ ഓൺ ചെയ്യാത്ത മുഴുവൻ പേരും വീഡിയോ ഓൺ ചെയ്യാം. സോ we studied in our previous class about the cheetah. Cheetahs are the world's fastest land animal. Okay, cheetah are the world's fastest land animal and they are found in Africa. Normally they are found in Africa, and cheetahs have black spots on their golden or yellowish bodies. The spots help cheetahs to hide easily in tall grass. Okay, cheetah cannot roar, the chief growl, hiss and paw. നമ്മൾ ചീറ്റയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ. They are the fastest land animal. Okay, they found in Africa, and there is the cheetah have black spots on their golden or yellowish body. That is the specialty of cheetah. It has black spots on its body. കറുത്ത സ്പോട്സ് ഉണ്ടല്ലേ, അതിന്റെ ദേഹത്ത് നിറയെ കറുത്ത ചെറിയ ചെറിയ സ്പോട്ട് ഉണ്ട്. സ്പോട്ട് മീൻസ് ചെറിയ പുള്ളികൾ ഉണ്ട് അല്ലെ, കറുത്ത ചെറിയ പുള്ളികൾ ഉണ്ട്. The spot help cheetah to hide easily in tall grass. പുല്ലുകൾക്കിടയിലൊക്കെ ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും അതിനെ? ഈ കറുത്ത പുള്ളികൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then cheetahs cannot roar. Cheetah cannot roar. It cannot roar like a lion. സിംഹം ഒക്കെ റോർ ചെയ്യുന്നത് പോലെ, അലറുന്ന പോലെ അതിന് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ചെറിയ രീതിയിൽ എന്ത് ചെയ്യും? ചെറുതായിട്ട് അത് ചെറിയ ചെറിയ ശബ്ദങ്ങളാണ് ഉണ്ടാക്കുക അല്ലെ. ചെറിയ മുരൾച്ചയൊക്കെയാണ് ആരുണ്ടാക്കുക? ചീറ്റ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ദെൻ അതിന്റെ താഴെ ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻസ് ഉണ്ട്, ചെയ്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യണം അല്ലെ. അനീറ്റ, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ and tick the correct options. First one ഒന്ന് വായിച്ചേ മോളെ മാളവിക. Which is the largest animal in the world? Yes, which is the largest animal in the world? What is the answer? Blue whale. Blue whale. Okay, enough. Okay. Blue whale is the largest animal in the world. ഏറ്റവും വലിയ ജീവിയാണല്ലേ, വളരെ വലുതാണ്. എന്ത്? ബ്ലൂ വെയിൽ. വാട്ട് ഇസ് ബ്ലൂ വെയിൽ? നീല തിമിംഗലം അല്ലേ, തിമിംഗലമാണ് ബ്ലൂ വെയിൽ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ. ഹന്ന, പ്ലീസ് റീഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. I can't hear you. ഹന്ന മോളുടെ ഓഡിയോ എന്താണ്? കണക്ട് ചെയ്ത് ശരിയായിട്ടില്ലേ? മിസ്സിനൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. Which animal has usually on its body? Anaconda. Which animal has quills on its body? എന്നുള്ളതാണ് അല്ലേ. എന്താണ്? Which animal has quills on its body? Porcupine. Yes, it is Porcupine. Porcupine has quills on its body. Okay. Second one, which animal has quills on its body is porcupine. And third one,
Then Anshi, please read the third question. Which animal eats ecolothum leaves and it is found in Australia? എന്താണ് ആൻസർ? എന്താണ് അതിന്റെ ആൻസർ? Which animal eats eucalyptus leaves found in Australia? ഓസ്ട്രേലിയയിലുള്ള ഏത് ആനിമൽ ആണ് യൂക്കാലിപ്റ്റസ് ട്രീയുടെ ഇലകൾ കഴിക്കുന്നത് അല്ലേ? അപ്പൊ ഏതാണ്? ഇറ്റ് ഈസ് കോല. സി, ഓപ്ഷൻ സി അല്ലേ? Then tick the third box, koala. Then fourth one, which animal is found in the Gir National Park? Easy ആയിട്ടുള്ള ഒരു question. Yes, it is lion. Lion is found in the Gir National. Okay. Gir National Parkil സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവിടെ കണ്ടുവരുന്ന മീൻസ് അവിടെ കൂടുതലായിട്ടും മൃഗത്തിനെയാണ് സംരക്ഷിച്ചു വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ? എന്താണ്? ലയൺ. ലയൺ ആണ് അല്ലേ? Then last one വായിച്ചേ. Which of this bird cannot fly? വായിക്കുന്നത് ഇപ്പൊ ഋഷികേശ് ആണോ? ഓക്കെ, എന്താണ്? Which of these birds? Australia. Ostrich. Yes. Ostrich, not Australia. It is ostrich. Okay. Which of the cannot fly? It is ostrich. Ostrich ആണ് പറക്കാൻ പറ്റാത്ത ബേർഡ് അല്ലേ? ഓക്കെ, പറക്കാൻ പറ്റാത്ത ബേർഡ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. That is ostrich. So listen once again. First one, which is the largest animal in the world? That is blue whale. Which animal has quills on its body? It is porcupine. And which animal eats eucalyptus leaves and is found in Australia? Is koala. And fourth, which animal is found in the Gir National Park? That is lion. And with fifth one, which of those birds cannot fly? Is ostrich. Okay, ostrich ആണ് പറക്കാൻ പറ്റാത്തത് അല്ലേ? The next one, take the next portion. It is story time. Okay, story time. Okay. The words given in the word puzzle are from some well-known stories. Write the names of the stories. Okay, here is given some words are in some well-known stories. That means some fictional stories. Okay, കുറെ fictional storiesലുള്ള ക്യാരക്ടേഴ്സിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. What is fiction? Fiction എന്താണ്? That means ഇങ്ങനെ ഒരു imaginary characters ഉണ്ടാവും അല്ലെ? കുറെ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ കാർട്ടൂണുകളിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്ത്? കുറെ ഫിക്ഷൻ ആണ് അതിലൊക്കെ ഉള്ളത് അല്ലെ? വളരെ എന്താണ് ഇമാജിനറി ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ആണ്. നമ്മുടെ അലാവുദ്ദീന്റെ ഒക്കെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ എന്താണ്? അലാവുദ്ദീനും അത്ഭുത വിളക്ക്, അത് കുറെ ഫിക്ഷൻ ആണ് അല്ലെ? കുറെ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അല്ലെ? സിൻഡ്രല്ല, അങ്ങനെ കുറെ കഥകളുണ്ട് അല്ലെ? സിൻഡ്രല്ല ഉണ്ട്, പിന്നെ അല്ലാഡിൻ, ഇതൊക്കെ എന്താണ്? കുറെ ഫിക്ഷണൽ സ്റ്റോറീസ് ആണ്. സോ സം ഫിക്ഷണൽ സ്റ്റോറീസിലെ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? വേർഡ് ആണ്. ഫിക്ഷണൽ സ്റ്റോറിയിലെ വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ക്യാരക്ടേഴ്സിന്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴെയുള്ള അക്രോസും ഡൗണും ഫില്ല് ചെയ്യാണ് വേണ്ടത്. സാധാരണയായിട്ട് എങ്ങനെയാണ് ഈ വേർഡ് പസിൽസ് ഉണ്ടാവുക? അക്രോസും ഡൗണും അവിടെ ഫില്ല് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ? സാധാരണയായിട്ട്. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? വേർഡ് പസിൽ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോറിയുടെ പേര് കണ്ടുപിടിക്കണം അല്ലെ? ഏതാണ് എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ, അക്രോസ് നോക്കുക. ലെഫ്റ്റ് സൈഡില് അക്രോസ് നോക്കുക. താഴെയുള്ളതില് എന്താണ്? അക്രോസ് നേരെ വരുന്ന
ചോദ്യങ്ങൾ നോക്കാം അല്ലെ, എന്താണ് അതിന്റെ പേരെന്ന്. ഫസ്റ്റ് വൺ അക്രോസ്, സെക്കൻഡ് വൺ ആണ് ആദ്യം വരുന്നത് അല്ലെ. നമ്പർ 2 അക്രോസ്. നമ്പർ 2 അക്രോസിൽ ഏത് പേരാ ഉള്ളത്? നോക്കിയേ, വേർഡ് പസിൽ നോക്കിയിട്ട് എന്ത് പേരാ അവിടെ? എന്താണ്? മാജിക് ലാമ്പ്. യെസ്, മാജിക് ലാമ്പ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. സോ ഏത് സ്റ്റോറിയിലാണ് ഈ മാജിക് ലാമ്പ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്? Aladdin and the magic lamp. അല്ലാദിൻ and the magic lamp. അതെന്താണ്? ഓക്കെ ഓക്കെ. അപ്പൊ നമ്പർ 2 എന്ന് എഴുതിയിട്ട് അവിടെ ഫില്ല് ചെയ്യുക. അല്ലാദിൻ ആൻഡ് ദ മാജിക് ലാമ്പ്. അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറയുന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സോ ദാറ്റ് ഇസ് അല്ലാദിൻ ആൻഡ് ദ മാജിക് ലാമ്പ്. വാട്ട് ഇസ് മാജിക് ലാമ്പ്? അത്ഭുത വിളക്ക് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ അതിന്റെ സ്റ്റോറി. എന്താണ്? അല്ലാവുദ്ദീൻ ഒരു കിട്ടി. എന്താണ് എറിക്ക് സംസാരിക്കുന്ന മോനെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് മോനെ? എങ്ങനെ എഴുതുന്നേന്നാണോ? അല്ലാദിൻ ആൻഡ് മാജിക് ലാമ്പ്. അല്ലാദിന്റെ സ്പെല്ലിംഗ് ആണോ ചോദിച്ചത്? ALADDIN. Aladdin and the magic lamp. അറിയില്ലേ? ആൻഡ് ദ മാജിക് ലാമ്പ് ഏതാണ് അറിയാലോ? അല്ലാദീൻ അല്ലേ. നിങ്ങൾക്ക് ചിലപ്പോ ഡൗട്ട് ഉണ്ടാവും. പുറകിലുണ്ട്. നിങ്ങളുടെ ജികെയുടെ ഇതില് ഇത്തവണ ആൻസേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കഴിഞ്ഞ വർഷമൊന്നും ആൻസേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവാറില്ല. നമ്മൾ ഫൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്, മിസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ബാക്കിൽ നോക്കി എഴുതി വെച്ചിട്ട് വരാം അല്ലെ. അത് നിങ്ങൾക്ക് പഠിക്കാനും കൂടി വേണ്ടി അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആരുടെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ജികെ പെട്ടെന്ന് പഠിക്കാം അല്ലെ. ആൻസേഴ്സ് ഉണ്ട്. ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ്, എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇപ്പൊ മാത്രമല്ല അല്ലെ, ഫ്യൂച്ചറിലും നമുക്ക് എന്തുണ്ട്, ഇത് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കൊടുത്തിട്ടുള്ളതില് തെറ്റൊന്നുമില്ല അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്? നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ജികെ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ. നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് അതിന്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കി നമ്മൾ ആ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇത്രയധികം ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് കേട്ടോ. അല്ലാദിൻ ആൻഡ് ദ മാജിക് ലാമ്പ് എഴുതിയല്ലോ. ALADDIN അല്ലാദിൻ ആൻഡ് AND ആൻഡ് ദ മാജിക് ലാമ്പ് LAMP lamp. Okay. Then across number 2 നമ്മൾ fill ചെയ്തു. ഇനി across number 3. across number 3 ആണ്. across number 3 എന്ത് പേരാ ഉള്ളത് അവിടെ? ഒന്ന് വായിച്ചേ. Yes, that is dwarfs. India. Yes. Dwarfs എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഇസ് dwarf? ഏത് സ്റ്റോറിയിലെ? യെസ്, സ്നോ വൈറ്റ് ആൻഡ് 7 dwarfs അല്ലേ. എന്താണ്? സ്നോ വൈറ്റും 7 dwarfsഉം എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ എന്താണ്? മഞ്ഞിന്റെയും 7 dwarfs 7 കുള്ളന്മാരുടെയും കഥ പറയുന്ന ഒരു സ്റ്റോറിയാണ് അല്ലേ ഇത്. എന്ത്? സ്നോ വൈറ്റ് ആൻഡ് ദ 7 dwarfs. ഓക്കെ. സോ അതെന്ത് ചെയ്യണം? എഴുതി വെക്കുക. നോക്കിയിട്ട് എഴുതുക കേട്ടോ. സ്പെല്ലിങ് കറക്റ്റ് നോക്കുക, തെറ്റരുത്. 7 dwarfs. Wow.
Porridge. Goldilocks and the Three Bears. Second one എഴുതിയല്ലോ. Second one, sorry, third one across dogs എന്നുള്ളത് എന്താണ്? Snow White and the Seven Dogs. എഴുതിയോ? ഫിനിഷ് ചെയ്തോ? Yes, spelling ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതാ. Then ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താന്ന് വെച്ചാല് ഫസ്റ്റ് സെമസ്റ്റർ GK-യിലെ പോർഷൻസിലെ മുഴുവൻ പോർഷൻസും മീൻസ് അതിലെ ഫസ്റ്റ് പോർഷൻ മുതൽ ലാസ്റ്റ് പോർഷൻ വരെ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്തിട്ടുള്ള മുഴുവൻ ഭാഗം. കാരണം കൂടുതലായിട്ടും GK നിങ്ങൾ ടെക്സ്റ്റിലാണല്ലോ ചെയ്തിട്ടുള്ളത്. നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടോ GK? ഇല്ലല്ലോ. മുഴുവൻ എഴുതിയിട്ടുള്ളവര് എന്ത് ചെയ്യാ? ആ നോട്ടും ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഫുള്ളും എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത് അല്ലെ? മിക്കവാറും ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാനാണ് ഉള്ളത്. സോ അത് മുഴുവൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ ബുക്ക് കംപ്ലീറ്റ് 1 by 1 ഫോട്ടോ മിസ്സിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. മുഴുവൻ ക്ലാസ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ്സിനുള്ളിൽ എല്ലാവരും തന്നിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ടുള്ളത് മിസ്സിന് വേണ്ട, 5 മിനിറ്റ്സിനുള്ളിൽ തന്നാൽ മതി. ഓക്കെ, മുഴുവൻ ഭാഗങ്ങളും ഫില്ല് ചെയ്തിട്ടുള്ളത് അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ള മുഴുവൻ പേരുടേതും വേണം. ഓക്കെ then next across number 6. across number 6 ആണ് ഇനി വരുന്നത് അല്ലേ? 6 എന്താണെന്ന് നോക്കാം. എന്താണ് 6? എന്താണ്? മിസ്സിന് ക്ലിയർ ആയില്ല, എന്താണ് പറയുന്നത്? Yes, it is number 6, porridge. Okay, porridge. Goldilocks and the Three Bears. Yes. Goldilocks and the Three Bears. And the Three Bears. What is porridge? എന്താണ് porridge? അങ്ങോട്ട് എഴുതിയ ഫോർവേഡ് ചെയ്തല്ലേ? എന്താണ്? കഞ്ഞിയാണ് കേട്ടോ, കഞ്ഞി. ആ സ്റ്റോറിയില് കഞ്ഞിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ. അതായത് ഗോൾഡിലോക്സും അവിടെ വരുന്ന പേയേഴ്സിന്റെ ഒക്കെ കഥയാണ് അതല്ലേ? ഗോൾഡിലോക്സ് ആൻഡ് ദ ത്രീ പേയേഴ്സ്. കേട്ടിട്ടുണ്ട്. എവിടെ? നമ്മുടെ KG ക്ലാസ്സിലൊക്കെ ബുക്കിലൊക്കെ ചിലപ്പോ ഉണ്ടാവാറുണ്ട് അല്ലെ? ഗോൾഡിലോക്സ് ആൻഡ് ദ ത്രീ പേയേഴ്സ്. അൻഷിയൊക്കെ കേട്ടിട്ടുണ്ട് കഥ. മിക്കവാറും എന്താണ് ഉണ്ടാവും എല്ലാവരും ഗോൾഡിലോക്സിന്റെ കഥ. നെക്സ്റ്റ് വൺ, ശബ്ദം ഉണ്ടാക്കരുതേ, അങ്ങനെയാണെങ്കിൽ മിസ് എല്ലാരെയും മ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ഡൗൺ ആണ്, ഡൗൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം അല്ലേ? അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആണ് കേട്ടോ. ഈ സ്റ്റോറീസ് ഒക്കെ ഓരോരോ ശബ്ദം ഉണ്ടാക്കരുതേ. നിങ്ങൾ മുഴുവൻ പേരെയും തോന്നുന്നല്ലോ. ശബ്ദം ഉണ്ടാക്കരുത്. So number 1,
ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ എന്താണ് അതിന്റെ വേർഡ് വരുന്നത് നോക്കാം. ദാറ്റ് ഈസ് gingerbread. Okay, gingerbread. That is already given there. Hansel and Gretel. The word is gingerbread. Okay, it's a fairy tale. Hansel and Gretel. Then number 4. Downward number 4. Downward number 4 ഏതാണ്? Wolf. Wolf. Yes, it is wolf. Wolf എന്നുള്ള വേർഡ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? And which story is that? Little Red Riding Hood. Yes. Riding Little Red Riding. Yes. So right there, Little Red and Riding Hood. Little Red. കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, കേട്ടിട്ടുണ്ട് കുറെ പേര്. കുറെ കഥകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നതായിരിക്കും. അലാഡിൻ ആൻഡ് ദ മാജിക് ലാമ്പ്, ഗോൾഡി ലോക്സ് ആൻഡ് 3 bears. ഇതൊക്കെ മിക്കവാറും അറിയാൻ സാധ്യതയുള്ള ഫെയറി ടെയിൽസ് ആയതുകൊണ്ട് തന്നെ വളരെ ഫെമിലിയർ ആയിരിക്കും മിക്കവാറും. The last one ആണ് അല്ലേ? Fifth one, downward. Balu. Yes, it is Balu. We know അല്ലേ? നമുക്കറിയാം. Yes, Balu. Which story? Jungle Book. Jungle Book is a famous fairy tale. The Jungle Book. The Jungle Book നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും അല്ലേ? The Jungle Bookലെ ബാലു അല്ലേ? മൗഗ്ലി അറിയാലോ നിങ്ങൾക്ക്. ഫെയറി ടെയിൽ ആണ്. മൗഗ്ലിയുടെ കഥയിലുള്ള ബെയറാണ് ആര്? ബാലു അല്ലേ? ബാലുവിനെ എവിടെയാണ് ഈ നമ്മുടെ ഡൈജസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, മീൻസ് കുട്ടികളുടെ ചെറിയ വീക്കിലി വരുന്നതോ അല്ലെങ്കിൽ 2 days കൂടുമ്പോ വരുന്നതൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ബുക്സ് അല്ലേ? നമ്മുടെ ബാലരമയും ബാലഭൂമിയും ഒക്കെ പോലെ ഈ ബാലരമയില് ജംഗിൾ ബുക്ക് ഓരോ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവാറുണ്ട് പണ്ടൊക്കെ. ഇപ്പോഴുണ്ടോന്ന് മിസ്സിന് അറിയില്ല, ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും അല്ലെ? പണ്ട് മിസ്സൊക്കെ ബാലരമയൊക്കെ വാങ്ങി വായിക്കുന്ന സമയത്ത് എന്തുണ്ട് അതില് ഈ ജംഗിൾ ബുക്ക് ഉണ്ട് അല്ലെ? ഓരോ സീരീസ് ആയിട്ട് ഓരോ വീക്കില് ജംഗിൾ ബുക്കിന്റെ കഥ വരും. സോ ജംഗിൾ ബുക്ക് ഒരു ഫെയറി ടെയിൽ ആണ്. ഇതൊക്കെ ഫെയറി ടെയിൽസ് ആണ്, ഫിക്ഷണൽ സ്റ്റോറീസ് ആണ് കേട്ടോ. അതിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ അല്ലെ? സോ ഫിഫ്ത് വൺ, ദ ജംഗിൾ ബുക്ക്. So check your answers once again. ഒന്നുകൂടെ നിങ്ങളുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. Number 2, across is magic lamp. That means Aladdin and the magic lamp. And the second one is dwarf. Third across is dwarfs and Snow White and the 7 dwarfs. And number 6 across is what is porridge. Goldilocks and the 3 bears, porridge. And number 1, downward, Hansel and Gretel given there. 1 downward, the word is gingerbread in the story Hansel and Gretel. And number 4 downward is number 4, wolf is Little Red and Riding Hood story. And the last one, the Jungle Book, the character is Balu in the Jungle Book. Clear? Is it clear? എല്ലാവരും ആൻസേഴ്സ് മുഴുവൻ എഴുതിയിട്ടുണ്ടാവില്ലേ? ഓക്കെ, പിന്നെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നും ഇല്ല നമുക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. Then next one, your next portion നോക്കാം. നെക്സ്റ്റ് പോർഷൻ നോക്കാം അല്ലെ നമുക്ക്? ഓക്കെ, ഇൻവെൻഷൻസ്. It is about some of inventions. Okay, some of new inventions is given there. And read the clues and write the names of the invention. Choose from the box. And what is invention? Inventions. എന്താണ്? Yes, കണ്ടുപിടുത്തങ്ങൾ അല്ലേ? New ഇൻവെൻഷൻസ്, പുതിയതായി ന്യൂ ടെക്നോളജീസ്, പുതിയതായിട്ടുള്ള ടെക്നോളജീസ് വരുന്നതാണ് ഇൻവെൻഷൻസ് അല്ലെ? ഓരോ തവണയും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ
വേൾഡില് പുതിയ പുതിയ ഇൻവെൻഷൻസ് നടക്കുന്നുണ്ട് അല്ലെ, പുതിയ കണ്ടുപിടുത്തങ്ങളാണ്, പുതിയ ടെക്നോളജീസ് ആണ്. ഓക്കെ, ഇൻവെൻഷൻസ്. ആൻഡ് read the clues. Read this clues is given there and write the names of these inventions. Choose from the box. Here is a box and here is the names of some inventions is given, and there are 5 clues and 5 inventions, and we found which invention is that. Okay, here is some invention. Chedu alle, good, very good. Then okay, okay, very good, very good. Then number one അതിനു മുമ്പേ കുറെ ഇൻവെൻഷൻസിന് പേര് കൊടുത്തിട്ടുണ്ട്, നോക്കാം അല്ലെ. എക്സ്റേ, ഡിജിറ്റൽ ക്യാമറ, ടെലിവിഷൻ, computer and mobile phone. And Anson, Yes, please read number 1. it can click and store hundreds of photographs. Yes, which invention is that? Digital camera. Yes, it is. Digital camera. Okay, fine. It is digital camera. It can be click and store hundreds of photographs. 100 കണക്കിന് ഫോട്ടോഗ്രാഫ്സ് ക്ലിക്ക് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഇതുകൊണ്ട് പറ്റും അല്ലേ. എന്താണ് അത്? ഡിജിറ്റൽ ക്യാമറയാണ്. ഡിജിറ്റൽ ക്യാമറ കൊണ്ടാണ് ഇത്രയധികം ഫോട്ടോഗ്രാഫ്സ് ക്ലിക്ക് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. Then number 2, it is used to process data and produce information. It is used to data processing and produce information. We know alle computer nammal endinana inputting and outputting of data. Okay, it is used to process data and produce information. Data ne process ചെയ്തിട്ട് information produce ചെയ്യും അല്ലേ. നമ്മൾ കുറെ വാട്ട് ഇസ് ഡാറ്റ, റോ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതായത് ഒരു ജസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കും. അത് വെച്ചിട്ട് ഡാറ്റ ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ചു തരും അല്ലെ. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രോസസ് ഡാറ്റ ആൻഡ് പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ. ഡാറ്റയെ പ്രോസസ് ചെയ്തിട്ട് ഇൻഫർമേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? കമ്പ്യൂട്ടർ. ആൻഡ് ദെൻ തേർഡ് വൺ, വായിച്ചേ അദ്വൈത്, the third question. It is a panels which you take photographs of the bones and the organ inside our body. Yes. X-ray. Yes, X-ray. It is a painless. Yes, it is X-ray. It is a painless way to take photographs of the bones and organs inside our body. എന്താണ്? What is X-ray? നിങ്ങൾ എത്ര പേര് X-ray എടുത്തിട്ടുണ്ട് ഇതുവരെ? എടുത്തിട്ടുണ്ട് അല്ലേ. വീഴും ചാടും പൊട്ടും ഒക്കെ ചെയ്തപ്പോ X-ray എടുക്കാനൊക്കെ പോയിട്ടുണ്ട് അല്ലേ. നിങ്ങള് ഈ പ്രായത്തിൽ തന്നെ എല്ലാവരും X-ray എടുത്തു അല്ലേ. കുറെ പേരൊക്കെ ഈ വയസ്സിന്റെ ഇടയിൽ X-ray എടുത്തു. മിസ് ആദ്യമായിട്ട് X-ray എടുത്തത് എപ്പോഴാന്നറിയാമോ? ഒരു 2 ആഴ്ച മുമ്പാണ് മിസ് ആദ്യമായിട്ട് മിസ്സിന്റെ ലൈഫിൽ X-ray എടുത്തിട്ടുള്ളത്. കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞപ്പോ അകത്ത് എന്തെങ്കിലും പരുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് X-ray എടുത്തു. ഇത്രയും വയസ്സിന്റെ മിസ്സിനായിട്ടുള്ള വയസ്സിന്റെ ഇടയിൽ മിസ് ആദ്യമായിട്ടാണ് X-ray എടുത്തത്. നിങ്ങൾ ഈ പ്രായത്തില് X-ray ഒക്കെ എടുത്തു അല്ലേ. എന്താണ്? നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഇറ്റ്സ് എ പെയിൻലെസ് വേ ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ബോൺസ് ആൻഡ് ഓർഗൻസ് ഇൻസൈഡ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഓർഗൻസ്, ദാറ്റ് മീൻസ് അവയവങ്ങൾക്കും എല്ലുകൾക്കും. എന്താ മോനെ ഋഷികേഷ്? അൺമ്യൂട്ട് ചെയ്തോളൂ. എഴുതി തീർത്തു അല്ലേ. ഓക്കെ ഓക്കെ, ഗുഡ്. സോ നമ്മൾ എക്സ്റേനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള എല്ലുകളുടെയും പിന്നെ എന്താണ് ഓർഗൻ അവയവത്തിന്റെയും ഒക്കെ ഫോട്ടോ എടുക്കുന്ന അല്ലെ പെയിൻലെസ് വേ ആണ്, വേദന ഇല്ലാതെ. X-ray എടുക്കുമ്പോൾ വേദന ഉണ്ടാവാറുണ്ടോ?
ഇല്ല, No. വേദനയൊന്നും ഉണ്ടാവില്ല. അതാണ് പെയിൻലെസ് വേ ആണ്. മറ്റ് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഉള്ള ഏതെങ്കിലും അവയവത്തിന്റെ ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ എന്താണ് പോസിബിൾ അല്ലാത്ത പോലെ നമുക്ക് തോന്നും അല്ലെ. പക്ഷെ എക്സ്റേ ഉണ്ട് എന്താണ് വളരെ പെട്ടെന്ന്. അനീറ്റ പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. വളരെ പെട്ടെന്ന് വേദനയൊന്നും ഇല്ലാതെ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള എല്ലുകളുടെ ഒക്കെ അവയവത്തിന്റെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് എക്സ്റേ യൂസ് ചെയ്യുന്നത് അല്ലെ. ദാറ്റ് മീൻസ് എക്സ്റേ. ദെൻ ഫോർത്ത് വൺ, അനീറ്റ വായിച്ച് ഫോർത്ത് വൺ. പ്ലീസ് അൺമ്യൂട്ട്. It is used to watch electrical and Read once again. It is used to watch. Unmute. Unmute ചെയ്തേ. it is used to watch educational and entertaining programs. Yes, it is used to watch educational and entertaining programs. Anita, വായിക്കുമ്പോ വായിക്കാത്തത് കൊണ്ടാണ് എന്ത് എഡ്യൂക്കേഷന് ഇലക്ട്രീഷ്യൻ എന്നൊക്കെ വായിക്കുന്നത്. എന്താണ് അതിന്റെ അകത്ത് നോക്കി വായിക്കാത്തോണ്ടാണ്. ഈ കണ്ടപ്പോ നമ്മൾ വിചാരിക്കും എന്താണ് ഇലക്ട്രീഷ്യൻ ആണോ അല്ല എഞ്ചിനീയർ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ പെട്ടെന്ന് വായിക്കും അല്ലെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത്? ശ്രദ്ധയില്ലാതെ വായിക്കുന്നോണ്ടാണ്, പെട്ടെന്ന് വായിക്കുന്നോണ്ടാണ് കേട്ടോ. എന്താണ് വായിക്കുന്നതെന്ന് കറക്റ്റ് നോക്കിയിട്ട് വായിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു വാച്ച് എഡ്യൂക്കേഷണൽ ആൻഡ് എന്റർടൈനിങ് പ്രോഗ്രാംസ്. വിദ്യാഭ്യാസപരമായിട്ടുള്ളതും അല്ലെങ്കിൽ വിനോദപരമായിട്ടുള്ള ന്യൂസ് കാണാൻ വേണ്ടി. യെസ്, ഇറ്റ് ഈസ് ടെലിവിഷൻ. ടെലിവിഷൻ ആണ് അല്ലെ, ടി വി ആണ്. നമ്മള് ടി വി യെസ് ടെലിവിഷൻ. നമ്മള് ടി വിനെയാണ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. എന്ത് എഡ്യൂക്കേഷണലും നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസ് അല്ലെ, കുറെ കാര്യങ്ങൾ അറിയാൻ. പിന്നെ എന്റർടൈനിങ് പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടാവും അല്ലെ, എന്തെങ്കിലും കോമഡി പ്രോഗ്രാംസോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് എവിടെയാണ്? ടെലിവിഷനാണ് അല്ലെ. അതിന്റെ ലാസ്റ്റ് ഫിഫ്ത്ത് വൺ വായിച്ചേ അനഘ. അൺമ്യൂട്ട് ചെയ്തോളൂ മോളെ. ഓക്കെ, വായിക്കുന്നുണ്ടോ അനഘ? വായിച്ചു കഴിഞ്ഞോ മോളെ? മിസ്സിനൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, ഒന്നുകൂടെ വായിച്ചേ. മോളെ അനഘ, മോളുടെ ഓഡിയോ എന്തോ കണക്ഷൻ പ്രോബ്ലം ഉണ്ട്, മിസ്സിനൊന്നും കേട്ടിട്ടില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. ദെൻ അജിത്ത് വായിച്ച മോനെ. Yes, it is used to talk and send and receive Mobile phone. Listen here, our time is over. Only 1 minute is remaining. Mobile phone. Yes, it is mobile phone. നമ്മുടെ ടൈം കഴിഞ്ഞു, 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. So first one is mobile phone. It is used to talk and send and receive messages. സംസാരിക്കാനും മെസ്സേജ് അയക്കാനും മെസ്സേജ് റിസീവ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യും അല്ലെ. എന്താണ് മൊബൈൽ ഫോൺ. ഓക്കെ, ലാസ്റ്റ് വൺ ഒന്ന് നോക്കാം. ഫാക്ട് വൈസ് എന്ന് അവിടെ ചെറിയൊരു ബോക്സിൽ ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എന്താണ്?